അല്ലേ എടുത്തോ. സെക്കൻഡ് മോളൂസ്. ഫോൺ എടുത്തോ. എവിടെയാ പോണേ? റിസപ്ഷൻ. കിട്ടുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഋതു വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളിത് തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്നായിരിക്കും അല്ലേ. അപ്പം ഇന്ന് നമുക്കൊരു ചെറിയ ഫങ്ഷൻ ഉണ്ട്. വേറെ ഒന്നല്ല, ഒരു റിസപ്ഷനാണ്. അപ്പം ആ റിസപ്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പാളയത്തുള്ള അളകാപുരിയിലായിരുന്നു നമുക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നേരെ നമ്മൾ പുറപ്പെട്ട് നേരെ അവിടേക്ക് പോവുകയാണ്. അച്ഛൻ ആദ്യമേ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ഇവിടുന്ന് നമ്മുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതേ നേരെ അളകാപുരിക്ക് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കസിൻ്റെ റിസപ്ഷനും കൂടിയാണ്. അപ്പം അവരുടെ മാരേജ് കഴിഞ്ഞത് ആസാമിൽ വെച്ചിട്ടായിരുന്നു. അപ്പം അവിടേക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബാക്കിയുള്ള മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ റിസപ്ഷൻ. ഞങ്ങൾ എവിടെയാണ് അന്ന് ഫസ്റ്റ് വന്നത്? സൺഡേ കഫേ മസ്താനിയിൽ. അവിടെ ഇതാണ് അളകാപുരി. അളകാപുരി ഇതാ. അങ്ങനെ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് അളകാപുരിയിൽ വെച്ചിട്ടുള്ളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ബാക്കി അമ്മയെല്ലാം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം തന്നെയായിരുന്നു. അപ്പം നമ്മളവിടെ എത്തുമ്പോൾ നമ്മുടെ കപ്പിൾസ് ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ടൈമിലായിരുന്നു. അങ്ങനെ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. നമുക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ അവർ കടന്നിട്ട് അപ്പുറത്ത് എത്തണം. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ മുന്നിൽ തന്നെ പെട്ടത്. അങ്ങനെ അവർ ഫോട്ടോ എടുത്തോട്ട് വെച്ച് കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെ ഇറങ്ങി ഏട്ടൻ നേരെ പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു. നമ്മുടെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പം ഋത്തൂസും ചേച്ചിമാരും മായൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, ഋത്തൂസിന്റെ കയ്യിലെന്താ പൂവൊക്കെ ഉണ്ടല്ലോ. ഓരോരുത്തരായിട്ട് നമ്മളിത് പോകുന്നു. എല്ലാവരും യാത്ര പറഞ്ഞ് ഇത് തിരിച്ചു പോവാണ്.
അപ്പം നമ്മുടെ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും ദേ യാത്രയെല്ലാം പറഞ്ഞ് പോകുന്നുണ്ട്. ജസ്റ്റ് അവരുടെ കാറ് നമ്മുടെ കാറിൻ്റെ ഒരു കാറിനേക്കാളും തൊട്ട് മുന്നിലായതുകൊണ്ട് നമുക്ക് അവരുടെ ജസ്റ്റ് കാണാനേ പറ്റുന്നുള്ളൂ. ഇതെന്താ മോളൂസ്? താങ്ക് യു. അയ്യോ ഇതിലങ്ങനെ വെള്ളം ഉണ്ടല്ലോ. കൊറേ പൂ കിട്ടിക്കുന്നില്ലായിരുന്നോ? എന്താ കിട്ടിയത്? ഫ്ലവർ ഒക്കെ ഉണ്ടല്ലോ കയ്യില്. കാറിൽ വലിച്ചിട്ടിക്കുന്നില്ലായിരുന്നു. ഇതിനെന്താ ജറബർ എന്താ പറയണേ? ഇതിങ്ങനെ വെച്ചോ ചെവിയില്. അയ്യപ്പൊന്നുമില്ല. എനിക്കല്ല ഋതുവിന് ചെവിയില് അല്ല അമ്മേന്റെ ചെവിയിൽ വെച്ചോ. നല്ല സംഭവം ഇന്ന് ഇറങ്ങിയതാ പറയൂ, ഇന്ന് ചാടിയതാ പറയൂ. ചെമ്പരത്തി അല്ലല്ലോ ഇത്.